അച്ഛനെ കാണാൻ എനിക്ക് പറ്റി. ഞാനിവിടെ മുട്ടുകുത്തി നിന്നപ്പോൾ അച്ഛൻ എന്നെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ് 2 കൊല്ലമായി ഞാൻ ഉറങ്ങിയിട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഉറക്കം കൊച്ചിൻ്റെ ബുദ്ധിമുട്ടാണ്. എനിക്ക് അതൊരു യൂസ്ഡായിപ്പോയി എനിക്ക്. കാരണം എനിക്ക് ഈ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സമയമില്ല. എനിക്ക് 3-4 മാസത്തിനുള്ളിൽ ഞാൻ അടുത്ത കുഞ്ഞിന് ജന്മം കൊടുക്കും. പക്ഷേ ഇവൻ്റെ ഒരു സ്വഭാവത്തിനകത്ത് വ്യത്യാസവും വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അച്ഛൻ എന്നെ തൊട്ട് പ്രാർത്ഥിച്ചു, കുഞ്ഞിനെയും തൊട്ട് പ്രാർത്ഥിച്ചു. ഇവകളുടെ റിസൾട്ടും കണ്ടു. എല്ലാം കണ്ടിട്ട് പറഞ്ഞു, 2 കുട്ടികളെയും കൊണ്ട് നീ വന്ന് സാക്ഷ്യം പറയണം, ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല. കുഞ്ഞിൻ്റെ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നും കുഞ്ഞിനുണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. എല്ലാവരെയും കാണുമ്പോൾ കുറച്ച് ടാൻഡ്രംസ് കൂടുതലാണെങ്കിലും അവന് ഉറക്കത്തിൻ്റെ കാര്യത്തിനകത്ത് ഊഞ്ഞാലിൽ മാത്രം കിടന്നുറങ്ങിയിരുന്ന എൻ്റെ കുഞ്ഞ് ഇപ്പോൾ ബെഡിൽ ഉറങ്ങുകയും ഞങ്ങളുടെ കൂടെ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്.